എപ്പിസോഡിന്റെ ഹൃദയതാളം പേരക്കുഴി ഗവൺമെന്റ് LP സ്കൂളിന്റെ റേഡിയോ പ്രക്ഷേപണം. പാലോടിൻ ഹൃദയതാളം പാലോടുവാണി, പാലോടിൻ ഹൃദയതാളം പാലോടുവാണി. അക്ഷരങ്ങൾ തോഴിയാകും പാലോടുവാണി, അക്ഷരങ്ങൾ തോഴിയാകും പാലോടുവാണി. വിജ്ഞാനം പകരം ചെപ്പിതല്ലോ, വിജ്ഞാനം പകരം ചെപ്പിതല്ലോ. പാലോടുവാണി, പാലോടുവാണി. കലകൾ നിറയും കളിത്തോണി, കലകൾ നിറയും കളിത്തോണി പാലോടുവാണി. ഗാനമൊഴുകും നദിയായി പാലോടുവാണി, 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 പാലോടുവാണി. നവംബർ 1 ജന്മദിനം, കേരള നാടിന് പിറവി ദിനം. നവംബർ 1 ജന്മദിനം, കേരള നാടിന് പിറവി ദിനം. ദൈവത്തിന്റെ നാടെന്ന് കേളി കേട്ട മലനാട്, ദൈവത്തിന്റെ നാടെന്ന് കേളി കേട്ട മലനാട്. വരി വരി നിൽക്കും മലനിരകൾ, സ്വർണ്ണക്കതിരണി പാടങ്ങൾ. വരി വരി നിൽക്കും മലനിരകൾ, സ്വർണ്ണക്കതിരണി പാടങ്ങൾ. മരതകപ്പട്ടിൽ ചേലോട് വിളങ്ങുക നിത്യം മലനാട്, മരതകപ്പട്ടിൽ ചേലോട് വിളങ്ങുക നിത്യം മലനാട്. കേരളഗാനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആരാണെന്നറിയേണ്ടേ? 4Aയിലെ ഷിഫാന. ഇനിയൊരു കഥ കേട്ടാലോ? കഥയുമായി എത്തുന്നു UKGയിലെ ആഷ്ന. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? നമുക്കിന്നൊരു കഥ കേട്ടാലോ? കാക്കയും കുറുക്കനും. ഒരു ദിവസം ഒരു കാക്ക വിശന്നു വലഞ്ഞ് പറന്നു പോവുകയാണ്. അപ്പോൾ ഒരു വീട്ടുമുറ്റത്ത് ഒരു മുത്തശ്ശിയിരുന്ന് അപ്പം ചുരുന്നത് കാക്ക കണ്ടു. കാക്ക കൈക്ക് പറന്നു ചെന്ന് ഒരപ്പത്തീനെ കൊത്തിയെടുത്ത് അടുത്തുള്ള ഒരു മരക്കൊമ്പിലിരുന്നു. അപ്പോൾ അവിടെ നിന്നും വന്നൊരു കുറുക്കൻ ഇത് കണ്ടു. കുറുക്കൻ അവന്റെ വായിൽ വെള്ളമൂറി. അപ്പോൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അപ്പം കൈക്കലാക്കണം. ഒരു കുഞ്ഞിന്റെ താഴെ വന്നിരുന്ന് കാക്കയോട് കുശലം പറയാൻ തുടങ്ങി. കാക്കി, നീ എത്ര സുന്ദരിയാണ്, അച്ഛനും കൃഷ്ണയ്ക്ക് നന്നായി പാട്ടുപാൻ, എനിക്ക് വേണ്ടി ഒരു പാട്ടുപാടും. കുറുക്കന്റെ പറച്ചിൽ അഭിമാനം തോന്നിയ കാക്ക അപ്പം കൊക്കിലി വെച്ചോണ്ട് എന്ന് പാടാൻ തുടങ്ങിയതും അപ്പവും തയ്ക്ക് വീണു. അപ്പവും കൈക്കലാക്കി കുറുക്കൻ അവിടെ നിന്ന് ഓടിപ്പോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ടാറ്റാ. ആഷ്നയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി 2Bയിലെ അശ്വനെ നമ്മുടെ സംസ്ഥാനമായ കേരളത്തെ പരിചയപ്പെടുത്തുന്നത് കേൾക്കാം. മാന്യ സദസ്സിന് എന്റെ വിനീതമായ വന്ദനം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്റെ നാട് അഥവാ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന കേരളത്തെ കുറിച്ചാണ്. ആദ്യമായി പറയുകയാണെങ്കിൽ, ഹരിത മനോഹരവും പ്രകൃതി സുന്ദരവുമായ ഈ ഭൂപ്രദേശത്തിൽ വന്നു ജനിക്കാൻ ജഗദീശൻ എന്നെ അനുഗ്രഹിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. നമ്മുടെ മാതൃഭാഷ മലയാളവും സംസ്ഥാന പക്ഷി വേഴാമ്പലുമാണ്. കേരളത്തിന്റെ ജില്ലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം തെങ്ങും സംസ്ഥാന പുഷ്പം കണിക്കൊന്നയുമാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ഇവിടെയാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ആലപ്പുഴയാണ്. കേരളത്തിലെ സംസ്ഥാന മത്സ്യം കരിമീനും സംസ്ഥാന മൃഗം ആനയുമാണ്. ഉണങ്ങി വരണ്ടുപോയ നെൽപ്പാടങ്ങളിൽ ഇനിയും പച്ചപ്പ് പൊതിയുന്ന ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. അടുത്തതായി UKGയിലെ രോഹിത്തിന്റെ വീടിനെ കുറിച്ചുള്ള പാട്ട് കേട്ടു നോക്കൂ. വീടു നല്ല വീട്, ഞാൻ വരിച്ച വീട്, എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, ചേട്ടനുണ്ട് ചേച്ചിയുണ്ട്, ഞാനും ഉണ്ട് വീട്ടിൽ. കേരളത്തെ കുറിച്ച് നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ കൊച്ചു കേരളം. ഇത് തന്നെയാണ് 2Bയിലെ മയൂരിയും ഈ ഗാനത്തിലൂടെ പറയുന്നത്. കേട്ടു നോക്കിയാലോ. സുന്ദരമോഹനമായൊരു നാട്, സുഗന്ധ സുമങ്ങളെ സമൂഹ നാട്, സന്തോഷത്തിൻ പുളകം ചാത്തും നമ്മുടെ നാട് കേരള നാട്. പച്ച വിരിച്ചൊരലങ്കൃത നാട്, പിച്ചകം പൂത്ത് വിലസിടും നാട്, പച്ച പട്ടു പുതച്ചൊരു സുന്ദർ പോലൊരു നാട് കേരള നാട്. സുന്ദരമോഹനമായൊരു നാട്, സുഗന്ധ സുമങ്ങളെ സമൂഹ നാട്, സന്തോഷത്തിൻ പുളകം ചാർത്തും നമ്മുടെ നാട് കേരള നാട്. കരള് കുളിർക്കും കൈരളി നാട്, കതിരുകൾ നർത്തനമാടും നാട്, കൽപ്പവൃക്ഷത്തണലേകിടും നാട് നമ്മുടെ നാട് കേരള നാട്. സുന്ദരമോഹനമായൊരു നാട്, സുഗന്ധ സുമങ്ങളെ സമൂഹ നാട്, സന്തോഷത്തിൻ പുളകം ചാർത്തും നമ്മുടെ നാട് കേരള നാട്. നമ്മുടെ നാട് കേരള നാട്. മയൂരിയുടെ കേരള ഗാനം എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ഒരു കടങ്കഥ കേളിയായാലോ? കടങ്കഥകളുമായി എത്തുന്നു 3Bയിലെ അഭിനവ്. കടങ്കവിതയുടെ ഉത്തരം അറിയാമോ? പൊന്നിൻ കിണ്ണം മിന്നി പൊങ്ങി കുഞ്ഞിൻ മുകളിൽ ഇരിപ്പുണ്ട്, കിണ്ണം പൊങ്ങു നേരത്തെങ്ങ് പൊൻകിരണങ്ങൾ തൂകുന്നു. ഉത്തരം സൂര്യൻ. ഉള്ളിൽ കയ്പ് മേലെ മുള്ള്, പന്തലിൽ ഇങ്ങനെ സുന്ദരി തൂങ്ങി. ഉത്തരം പാവയ്ക്ക. കൊമ്പ് രണ്ടുണ്ട്, മണിയുമുണ്ട്, മുന്നിൽ വലിയൊരു കണ്ണുമുണ്ട്, വട്ടത്തിൽ അങ്ങ് ചവിട്ടിയിടുമ്പോൾ നീളത്തിൽ ഓടുന്ന കാളയാണ്. ഉത്തരം സൈക്കിൾ. അപ്പം പോലെ ഉടലുണ്ട്, അല്പം മാത്രം തലയുണ്ട്, വീടും മുടലും ഒന്നാണ്, ആളൊരു പാവത്താനാണ്. ഉത്തരം ആമ. നീളമുള്ള വണ്ടി, ചൂളമില്ല വണ്ടി, പാളമില്ല വണ്ടി, ആളുമില്ല വണ്ടി, തൊട്ടുപോയാലുണ്ട്, വട്ടമാകും വണ്ടി. ഉത്തരം തേരട്ട. നാം എല്ലാവരും നന്മയുള്ളവരായിരിക്കണം. നന്മയുള്ള മനസ്സിലെ ഈശ്വരൻ താമസിക്കും. നന്മയ്ക്കുള്ള സമ്മാനം എന്ന കഥ പറയാൻ എത്തുന്ന 3Bയിലെ അഭിജിത്ത്. ഇന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് നന്മയ്ക്കുള്ള പ്രതിഫലം. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരമ്മയും 2 പെൺമക്കളും താമസിച്ചിരുന്നു. കേട്ടോ? മൂത്ത മകൾ റിയ, രണ്ടാമത്തെ മകൾ സൈറ. അവർക്ക് ധാരാളം പണമുണ്ടായിരുന്നു. റിയ വളരെ അഹങ്കാരിയായിരുന്നു. സൈറ സരസ്വഭാവിയായിരുന്നു. കേട്ടോ? ഒരു ദിവസം വൈകുന്നേരം ഒരു വൃദ്ധൻ ആ വീട്ടിലെത്തി.
നല്ല മഴ ഉണ്ടായിരുന്നതിനാൽ തണുത്തു ഉറച്ചാണ് വന്നത്. വൃദ്ധരെ കണ്ടപാടെ റിയ പറഞ്ഞു, ഇവിടെ നിന്നും ഇറങ്ങിപ്പോക്കോ, ഇവിടെ ഒന്നുമില്ല. ബഹളം കേട്ട് സൈറ അവിടെ എത്തി. വൃദ്ധനെ കണ്ടപ്പോൾ അവൾക്ക് അലിവ് തോന്നി. വേഗം അയാൾക്ക് ആഹാരം കൊടുത്തു. നേരം ഇരുട്ടി തുടങ്ങി. മഴ കോരിച്ചൊരിയാനും തുടങ്ങി. മോളെ, ഇന്ന് രാത്രി ഞാനിവിടെ കിടന്നോട്ടെ? വൃദ്ധൻ സൈറയോട് ചോദിച്ചു. അവൾ അമ്മയോട് അനുവാദം വാങ്ങി പുറത്തെത്തി. കിടന്നോളൂ, അമ്മ സമ്മതിച്ചു. പിറ്റേന്നു നേരം വെളുത്തപ്പോൾ റിയയുടെ വഴക്കുപറയൽ കേട്ടാണ് സൈറ ഉണർന്നത്. സോ, എന്തൊരു മാറ്റം ആ കിഴവന്റെ പുതപ്പിന്! ഇതൊന്ന് എടുത്തു കളയൂ. സൈറ വൃദ്ധൻ കിടന്ന ഭാഗത്തേക്ക് പോയി നോക്കി. അവിടെ കീറിപ്പഴകിയ പുതപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊരു മാന്ത്രിക പുതപ്പാണെന്ന് സൈറയ്ക്ക് മനസ്സിലായില്ല. പുതപ്പ് കയ്യിലെടുത്ത് ഒന്ന് കുടഞ്ഞു. അത്ഭുതം തന്നെ, ഒരു സ്വർണ്ണ നാണയം താഴെ വീണു. സൈറ ഇക്കാര്യം ചേച്ചിയോട് പറഞ്ഞു. കേട്ടോ, ഇത് എനിക്ക് വേണം. റിയ ആ സ്വർണ്ണ നാണയം കൈക്കലാക്കി. അയ്യോ ചേച്ചി, ഇത് അപ്പൂപ്പന്റെ അല്ലേ എന്ന് പറഞ്ഞു. സൈറ ആ പുതപ്പ് ഒന്നും കൂടി കുടഞ്ഞു. അപ്പോഴതാ വീണ്ടും ഒരു സ്വർണ്ണ നാണയം തറയിൽ വീണു. എന്തോ ഒരു മാന്ത്രിക ശക്തി ആ പുതപ്പിലുണ്ടെന്ന് റിയയ്ക്ക് മനസ്സിലായി. അവൾ അരച്ചരച്ച് ആ പുതപ്പ് വാങ്ങി കുടഞ്ഞു. കഷ്ടം, ഒരു സ്വർണ്ണ നാണയം പുറത്തു വന്നില്ല. സൈറ അത് വാങ്ങി വീണ്ടും കുടഞ്ഞു. അതാ വീണ്ടും സ്വർണ്ണ നാണയം വീഴുന്നു. അപ്പോ അവിടെ ഒരു അശരീരി കേട്ടു. കുട്ടികളെ, നല്ല മനസ്സുള്ളവർ ഈ പുതപ്പ് കുടഞ്ഞാൽ സ്വർണ്ണ നാണയം കിട്ടും. നല്ല സ്വഭാവമുള്ള കുട്ടികളായി ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കൂ. എന്നാൽ ഒരിക്കൽ ഭാഗ്യം നിങ്ങളെയും തേടിയെത്തും. കഥ കേട്ടില്ലേ? ഭാഗ്യം നമ്മളെ തേടി വരണമെങ്കിൽ നമ്മളും നല്ല സ്വഭാവമുള്ളവരായി ജീവിക്കണം. ഇനിയൊരു ഗാനമായാലോ? കേരള ഗാനവുമായി എത്തുന്നു ആദിഷ് രതീഷ് ഒന്നബി. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, പുഴകൾ നിറഞ്ഞൊരു നാടാണ്, പൂക്കൾ നിറഞ്ഞൊരു നാടാണ്, പച്ച വിരിച്ചൊരു വയലുകളും പാടിത്തളരും പക്ഷികളും ആനകളാറുകളുണ്ടല്ലോ, ആടി നടക്കും മയിലുകളും. എന്തൊരു സുന്ദരം ഈ നാട്, എന്നും സുന്ദരമെന്നാട്. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്. താനനനാന തനനാന താനനനാന തനനാന. ഇനി എന്താ പരിപാടി? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു ഗാനം കേട്ടാലോ? ഗാനവുമായി എത്തുന്ന ആദിത്യ സുജിത് ഒന്നബി. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി വന്നിട്ട് നമുക്കു നാടിതു നേടിത്തം നമ്മുടെ അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. നല്ലവരായി നടക്കാനും നല്ലവരായി വളരാനും നമ്മോടോതുകയാണല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. തൊഴു കൈയോടെ നിൽക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി വന്നിട്ട് നമുക്കു നാടിതു നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. വട്ടക്കണ്ണട വെച്ച ഗാന്ധി അപ്പൂപ്പനെ കുറിച്ചുള്ള പാട്ട് കേട്ടല്ലോ. ഇനി LKG കാരനായ നവീൻ 1ാം ക്ലാസ്സിലെ ചേട്ടന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടാലോ?
ഭയമാണ് താരയുടെ കുഞ്ഞിക്കോയി. താര വന്നു, കൂട് തോന്നു, കുഞ്ഞിക്കോയി പുറത്ത് അഞ്ഞു. താര അരിവീര്, താര നോക്കി നിന്നു. കാക്കയും അത് കണ്ടു, പരുന്തും അത് കണ്ടു, തത്തയും അത് കണ്ടു. ഒന്ന് ബിയിലെ അയനാശനിൽ ഇതാ നിങ്ങൾക്കായി ഒരു ലളിതഗാനം ആലപിക്കുന്നു. ഏലേലം കടവത്തൊരു തോണി, ആലോലം കടവത്തൊരു തോണി, ഏലേലം തോണി, ആലോലം തോണി, ഏലേലമാലോലം പൊന്നിൻ തോണി. തോണിപ്പടിയെല്ലാം മാണിക്യം, തോണിക്ക് മുത്തിന്റെ പങ്കായം. തോണിപ്പടിയെല്ലാം മാണിക്യം, തോണിക്ക് മുത്തിന്റെ പങ്കായം. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ്. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പു പോലൊരു പെണ്ണാണ്. ഏലേലം കടവത്തൊരു തോണി, ആലോലം കടവത്തൊരു തോണി, ഏലേലം തോണി, ആലോലം തോണി, ഏലേലമാലോലം പൊന്നിൻ തോണി. അയനയുടെ